ചെയ്യും. നേരെ മറിച്ച് നല്ല മനുഷ്യനില്ലാത്തൊരു IAS ഓഫീസർ ആൾക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണ്, IPS കാരന് വിദ്യാഭ്യാസം ഇല്ലാത്ത, ഡോക്ടർക്കും എഞ്ചിനീയർക്കും എഡ്യൂക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല. വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാതറിങ് അല്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് നോട്ട് ഗ്യാതറിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ക്യാൻ ബി ഗ്യാതേർഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് ഓൾസോ. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. അത് വെച്ചിട്ട് നിങ്ങളൊരു പ്രോബ്ലം കൊടുത്താൽ അത് സോൾവ് ചെയ്ത് തരും. പക്ഷേ അത് കമ്പ്യൂട്ടറാണ്, അതിന് ജീവനില്ല. ആ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നത് നമ്മളാണ്. അതിന് കേടുവന്നാൽ, മനുഷ്യൻ കേടുവന്നാൽ നന്നാക്കാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല. കമ്പ്യൂട്ടർ കേടുവന്നാൽ മനുഷ്യന് നന്നാക്കാം. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഗ്യാദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലെ കുറേ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യലല്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഗ്യാതേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നോളജ്, അതുകൊണ്ട് അത് പരസ്പരം പ്രയോഗവൽക്കരിച്ച് അതിൽ നിന്ന് ചില നിലപാടുകളിലും നിഗമനങ്ങളിലും എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ പഠിച്ചവരായി തീരുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ തലയിൽ കൊണ്ടു നടക്കുന്നൊരു സാധനമല്ല. അത് ഭൂതകാലത്തിൻ്റെ ഒരു മാറാപ്പാണ്. കുറേ മുമ്പ് പഠിച്ച ഒരു മാഷ് 30 കൊല്ലം മുമ്പ് അയാൾ പഠിച്ചത് ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയിലുള്ള ഭാരം നിങ്ങൾ തലയിൽ വെച്ച് നിങ്ങളത് ഏറ്റിങ്ങനെ നടക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ PhD ആണ്, ഞാൻ BA ആണ്, ഞാൻ MA ആണ്. ഈ ബിരുദങ്ങളെല്ലാം മക്കളെ വിദ്യാഭ്യാസം. മനുഷ്യൻ്റെ പെരുമാറ്റമാണ്, മനുഷ്യൻ്റെ ജീവിത രീതിയാണ്, ശൈലിയാണ്, അവന് പ്രകൃതിയോടുള്ള ബന്ധമാണ്, അവന് സഹവാസി അയൽക്കാരോടുള്ള ബന്ധമാണ്, അവന് പ്രപഞ്ചത്തോടുള്ള ബന്ധമാണ്, അവന് ദൈവത്തോടുള്ള ബന്ധമാണ്, സമൂഹത്തോടുള്ള ബന്ധമാണ്. അത് ഡിഫൈൻ ചെയ്യുന്നതിലാണ് എഡ്യൂക്കേഷൻ്റെ ഗ്ലോറി നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. ഈ മനോഹരമായ ഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ ഡോക്ടർ മുഹമ്മദ് മുബാറക്, അദ്ദേഹം ഈ പരിസ്ഥിതി കാര്യത്തിൽ താല്പര്യമുള്ള ആൾ. എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെയുള്ള ആളുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ പരിസ്ഥിതി നിങ്ങൾ അതിനെക്കുറിച്ച് ഇനിയും മരിക്കാത്ത ഭൂമി, ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്കെ, ഉയരറ്റ നിൻമുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ആരുമീ ഞാനും, ഇത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നുവെന്ന് ONV ഭൂമിക്കൊരു ചരമീയത്തിൽ പാടിയിട്ടുണ്ട്. നീ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനുമായി വന്നൊരാദ്യാനുഭൂതി, നീ എൻ്റെ തിരികടും നേരത്തു തീർത്ത കണമായി അലിയും അന്ത്യാനുഭൂതി, നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ മഞ്ഞുനീർ തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട്, അത് കണ്ട് ഉദിച്ചിതൻ കരളിലൊരു വിസ്മയ വിഭാതം എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായൊരു പ്രകൃതി കൂടി ഉണ്ടെങ്കിലേ മനുഷ്യജീവിതം നന്നാവുകയുള്ളൂ, അത് സന്തോഷകരമായി തീരും. നിങ്ങൾ ലുക്ക് ഔട്ട്സൈഡ്, ഈ പ്രപഞ്ചത്തിൽ എവിടെയെന്നും നോക്കിക്കോ. വൈ ദ സൺ ഈസ് ഷൈനിങ്? എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? ഫോർ വാട്ട്? സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. സൂര്യൻ ഒരിക്കലും ഉദിക്കാറുമില്ല, അസ്തമിക്കാറുമില്ല. അത് ഇന്നേ വരെ ഉദിച്ചിട്ടില്ല, അസ്തമിച്ചിട്ടില്ല. യു ഫീൽ സോ, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഭൂമിയിലാവുമ്പോൾ ഭൂമി കറങ്ങുന്നത് കൊണ്ട് യു ഫീൽ ദാറ്റ് ദ സൺ ഈസ് റൈസിങ്. ഒരിക്കലും ഭൂമി സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ആ ഷംസ് തജ്രി ലിമുസ്തഖരിലഹ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്നാണ്. അത് അതിനെ നിശ്ചിത പാന്താവിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലാണ്ട് അത് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. എന്നാലും വൈ ദ സൺ ഈസ് ഷൈനിങ്? എന്തുകൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറമാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം എന്നാണ്. അപ്പോൾ സൂര്യൻ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സൺ ടു ഷൈൻ. വൈ ദ ട്രീ ഈസ് ഫ്ലവറിങ്? എന്തിനാണ് മരം പൂക്കുന്നത്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. പടർന്ന് പന്തലിച്ച് വടവൃക്ഷമായി ശാഖോപശാഖകളായി സുഗന്ധം പരത്തി കായ്കനികളിലൂടെ മാധുര്യം കൊടുത്ത് കിളികൾക്ക് കൂടായി യാത്രക്കാർക്ക് തണലായി ഒരു സ്ഥലത്ത് സ്റ്റാഗ്നൻ്റായിട്ട് യാതൊരു മൂവ്മെൻറ്റും ഇല്ലാണ്ട് നൂറ്റാണ്ടുകളോളം ഒരു വൃക്ഷം വളർന്നു നിൽക്കുന്നു. ദൈവം അതിന് കൊടുത്ത ജോലി. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. അങ്ങനെ പൂക്കുക എന്നുള്ളതാണ് ഈ ചുമതല. സൂര്യൻ്റെ ചുമതല പ്രകാശിക്കുക എന്നുള്ളതാണ്. വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്? മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ഐ ഗോ ഓൺ ഫോർ എവർ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നദി ഒഴുകുന്നത്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റിവർ ടു ഫ്ലോ. ഗിരിശൃംഗങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഉത്ഭവിച്ച് താഴ്വാരങ്ങളിലൂടെ ഒഴുകി കടലിൽ പോകുന്ന നദി ഇതാരെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. വേണമെങ്കിൽ ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ വേണ്ട. ബട്ട് ഇറ്റ് വിൽ ഫ്ലോ. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി റിവർ. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് നൈൽ നദിയുടെയും യൂപ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ആമസോണിൻ്റെയും മിസോറി മിസിസിപ്പിയുടെയും ബ്രഹ്മപുത്ര ഗംഗ യമുന കാവേരി തുടങ്ങിയ നദികളുടെയും തീരങ്ങളിലാണ് മനുഷ്യരുടെ സംസ്കാരം മുട്ടിട്ടത്. അവിടെയാണ് മനുഷ്യരെല്ലാം അലഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ആവാസ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്ത്. അന്ന് അതിർത്തികളില്ലായിരുന്നു, അന്ന് പാസ്പോർട്ടുകളില്ലായിരുന്നു, അന്ന് പൗരത്വമില്ലായിരുന്നു. ഇന്ത്യയിലെ എലികൾക്കും പൂച്ചകൾക്കും ആനകൾക്കും പന്നികൾക്കും ഒക്കെ പാകിസ്ഥാനിലേക്ക് യഥേഷ്ടം പോയി വരാം, ഒരു പ്രശ്നവുമില്ല. അവിടെയുള്ള കിളികൾക്ക് ഇങ്ങോട്ട് പറന്നു വരാൻ യാതൊരു പ്രയാസമില്ല. നോബഡി ഈസ് ബോതേഡ്. ഒരു സിറ്റിസൺഷിപ്പ് അവർക്കില്ല. ഈ പൗരത്വമൊക്കെ ഉണ്ടായത് പുതിയ കാര്യങ്ങളാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ആകുന്നതിന് മുമ്പ്, ഈ കാണുന്ന ഇന്ത്യ ആകുന്നതിന് മുമ്പ് പലരും വന്നിട്ടാണ് ഇന്ത്യ ഉണ്ടായത്. ആരോ ചിലർ ചോദിച്ചു പൗരത്വത്തിൻ്റെ രേഖയുണ്ടോ എന്നൊരു പ്രായം ചെന്ന ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇന്ത്യ ഉണ്ടായത് എന്നാണ്, ഞാനുണ്ടായത് എന്നാണ്. ഞാൻ 1932 ജനിച്ച ആളാണ്. ഇന്ത്യ 47 ഉണ്ടായതാണ്. എന്നെക്കാൾ 15 വയസ്സ് ഇന്ത്യ ഇളയതാണ്. അതുകൊണ്ട് എനിക്ക് പൗരത്വമുണ്ടോ രേഖയുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ അത് കാര്യമാണുള്ളത്. ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിന് നാട്ടുകാരിട്ട പേരാണ് ഇന്ത്യ എന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കേണ്ട കാര്യം എന്താ? എന്നെ പിടിച്ച് നിങ്ങൾ ഇന്ത്യ എന്ന് പേരിടുകയാണ് ചെയ്തത്. ഞാൻ ആദ്യം ഇന്ത്യക്കാരനായിരുന്നില്ല. അതുപോലെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ വന്നിട്ടാണ് ഇന്ത്യ ഉണ്ടായത്. അശോക ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ കേരളം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യയിൽ തിരുവിതാംകൂർ ഉണ്ടായിരുന്നില്ല, മലബാർ ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ വലിപ്പമായിരുന്നു. മ്യാൻമർ നമ്മുടെ ഭാഗമായിരുന്നു. 48 അത് വേറെ റിപ്പബ്ലിക്കായത്. അഫ്ഗാനിസ്ഥാൻ വേറൊരു ഭരണകാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, 800 years. ഇപ്പോൾ 5 കൊല്ലം തികച്ചു കിട്ടാൻ നമ്മൾ എന്തെല്ലാം പാടുപെടുന്നില്ലേ? ഞാൻ ഇവരെ നോക്കി പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ ഇനത്തിൽപ്പെട്ട പക്ഷികളാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, ഞങ്ങൾക്കൊരു 5 കൊല്ലം തികച്ചു കിട്ടാൻ എന്തുമാത്രം കഷ്ടപ്പാടാണ്. 800 വർഷമാണ് ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്നിട്ട്. ഇതൊരു ഇസ്ലാമിക റിപ്പബ്ലിക് ആയില്ലല്ലോ. കുറേ വർഷം ഹിന്ദുക്കൾ ഭരിച്ചു, അതായില്ലല്ലോ. ആ ഹിന്ദുക്കൾ ഭരിച്ചതിനേക്കാൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് ബുദ്ധമതസ്ഥരാണ്. ചന്ദ്രഗുപ്ത മൗര്യനും അശോകനും ഒക്കെ നോക്കിയാൽ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കിയോ. അധികകാലം ഇന്ത്യ ഭരിച്ച് മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ ബുദ്ധമതസ്ഥരാണ്. എന്നിട്ട് ഇതൊരു ബുദ്ധ റിപ്പബ്ലിക് ആയില്ലല്ലോ. കുറേ കാലം ബ്രിട്ടീഷുകാർ ഭരിച്ചു. അതൊക്കെ അങ്ങനെ വരും പോവും. രാജ്യത്തിനൊരു പേര് തന്നെ ശരിക്കും എങ്ങനെയാണ് ഉണ്ടായത്? ഇന്ത്യ എന്നുള്ള പേര് തന്നെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ഡോക്ടർ BR അംബേദ്കർ ഉണ്ടായിരുന്ന അദ്ദേഹം ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ആളാണ്. ആ ഇന്ത്യക്ക് ഭരണഘടനാ അസംബ്ലിയിൽ PC ദേശ്മുഖ്, HV കാമത്ത് തുടങ്ങിയ ആളുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പേരിടണം. ഒരുപാട് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് ഭരണഘടനയിലുണ്ട്. ഈ ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിക്കണം എന്ന് പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് എതിർത്തത്. ദൈവനാമത്തിൽ ആരംഭിക്കാൻ പാടില്ല. കാരണം എന്താ? വിശ്വാസം ഇല്ലാത്തവരും ഇന്ത്യക്കാരാണ്. അവർക്കും ഈ ഭരണഘടന ഉപകാരപ്പെടണം. ഒരാൾക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ അതിന് അവസരം കിട്ടണമെങ്കിൽ ഭരണഘടന വിശ്വാസികളുടേതാകരുത്. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യൻ ജനത സ്വയം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നെ സമർപ്പിച്ച ഭരണഘടന എന്ന് ജനങ്ങളുടെ നാമധേയത്തിലാണ് തുടങ്ങിയത്. ചില ആളുകൾ വിചാരിച്ചത് ഹിന്ദുസ്ഥാൻ എന്നിട്ടല്ല, അത് എന്തോ ഒരു സംതിങ് കണക്റ്റഡ് വിത്ത് ഹിന്ദു എന്നാണ്. അല്ല. അപ്പോൾ കസാഖിസ്ഥാനോ കിർഗിസ്ഥാനോ താജിക്കിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാനോ, ഈ സ്ഥാൻ എന്നുള്ളതൊരു പേർഷ്യൻ നാമമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഈ 1955 വന്ന പൗരത്വ നിയമമാണ്. ഈ CAA എന്ന് പറയുന്ന അല്ല വലിയ ആപത്തുണ്ടാക്കുന്നത് NRC ആണ്. NRCയുടെ മകനാണ് CAA. NRC ആസാമിൽ നടപ്പിലാക്കിയപ്പോൾ പുറത്തു പോയ 19 ലക്ഷം ആളുകളിൽ 12 ലക്ഷം ഹിന്ദുക്കളായിരുന്നു, 7 ലക്ഷം മുസ്ലിങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെ അകത്താക്കുന്നതിന് വേണ്ടി പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്നൊരു വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കരുതണ്ട. ഇത് പൗരത്വ മാസത്തിൽ നമ്മൾ തെളിയിക്കേണ്ടതല്ല. പൗരന്മാരാരാണെന്ന് രാജ്യം തീരുമാനിക്കേണ്ടതാണ്. പാർലമെൻറ്റിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഇന്ത്യ ഒരു സെക്കുലറായിട്ടുള്ള നാഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലാണ് ഇന്ത്യൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലർ സ്റ്റേറ്റിന് ആക്കിയത്. അതിനു മുമ്പ് ഇന്ത്യ സെക്കുലർ തന്നെയാണ്. പക്ഷേ ആ പദം എഴുതി ചേർത്തത് 42ാമത് ഭേദഗതിയിലാണ്. ഇന്ത്യ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും രാജ്യമാണ്. 6427 ജാതികളുണ്ട്, 29 സംസ്ഥാനങ്ങളുണ്ട്, 8 യൂണിയൻ റിപ്പബ്ലിക്കുകളുണ്ട്, 1300 ഭാഷകളുണ്ട്. അതിൽ ലിപി ഉള്ളത് കുറവാണ്, ബാക്കിയെല്ലാം ലിപി ഇല്ലാതെ നമ്മൾ മൊഴി മാത്രമേ ഉള്ളതാണ്. അങ്ങനെ 1300 മൊഴികൾ, ഒരുപാട് ജനവിഭാഗങ്ങൾ, പലതരം സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ഉള്ളൊരു രാജ്യമാണ്. വി ആർ ടുഗദർ, ലിവിങ് ടുഗദർ. യാതൊരു പ്രശ്നവും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലില്ല. ഒരു തർക്കവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലില്ല.
അങ്ങനെ നാളെ ഇന്ത്യ അതുപോലെ തന്നെ നിലനിൽക്കണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആഗ്രഹം, വേറൊന്നുമല്ല. ഇവിടെ ഒരു പ്രത്യേക മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറാൻ പാടില്ല. ഒരു മതരാഷ്ട്രമായി പാകിസ്ഥാൻ മാറുകയും 47-ൽ പാകിസ്ഥാൻ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഭരണഘടന നമ്മൾ അംഗീകരിച്ചത്. അപ്പോഴൊക്കെ ചർച്ച ചെയ്ത് ഭരണഘടനാ അസംബ്ലിയിൽ ധാരാളം ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ആ ഡിസ്കഷൻസിൽ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. അവർ പാകിസ്ഥാൻകാർ വേറൊരു ഇസ്ലാമിക് ആയതുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു റിപ്പബ്ലിക് ആകട്ടെ എന്ന് അവർക്ക് പറയായിരുന്നു. പറഞ്ഞില്ല. അവർ നമ്മൾ ബഹുമാനിക്കണ്ടേ മരണം വരെ. അവർ ജാതി അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായിരുന്നു. പക്ഷേ അവർക്ക് ജാതി വികാരങ്ങൾ ഉണ്ടായിരുന്നില്ല, മതവികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. നാം സമ്പൂർണ്ണ മതേതരവാദികളായിരുന്നു. അതുകൊണ്ട് അവർ ഇന്ത്യ ഒരു സെക്കുലർ റിപ്പബ്ലിക്കാക്കി തീരുമാനിച്ചു. അല്ലെങ്കിൽ ദേ വുഡ് ഹാവ് ഡിസൈഡഡ്, അവർ തീരുമാനിക്കുമായിരുന്നു ഇന്ത്യ ഒരു മത റിപ്പബ്ലിക് ആകട്ടെ. എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ല, അവരുടെ റിപ്പബ്ലിക് ആകുമായിരുന്നു. ആ ഒരു പേരിൽ ആയില്ലല്ലോ. ആ മതേതരവാദികളായ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇരുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞു, യാതൊരു കലഹവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊന്നുമില്ല. നമ്മൾ പരസ്പരം ഒരേ ആഹാരം കഴിക്കുന്നു, ഒരേ മാതിരി വസ്ത്രം ധരിക്കുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. പല സംഗതികളും പരസ്പരം കൊണ്ടും കൊടുത്തും നമ്മളൊരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇന്ത്യ അതുപോലെ സന്തോഷത്തോട് സമാധാനത്തോട് നിലനിൽക്കുക. എല്ലാ മതവിഭാഗങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളും ബേസിക്കലി ഒരേ കാര്യമാണ് പറഞ്ഞത്. കാരണം ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം ഒന്ന് എന്ന് അംഗീകരിക്കുമ്പോഴാണ് സൃഷ്ടികൾ തുല്യരാണ് എന്ന് വരിക. ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു സൃഷ്ടികർത്താവിൽ നിന്ന് വരുമ്പോൾ ബാക്കിയെല്ലാം തുല്യരായി തീരും. പക്ഷേ ഈ ഭിന്നതകളാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ വ്യത്യസ്തതകളാണ്, വ്യത്യാസപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഇവിടെ പൂച്ചെടികൾ നട്ടു വളർത്തുമ്പോൾ വെറും ചുവന്ന പൂവ് മാത്രം വെച്ച സൗന്ദര്യമില്ല, അതിനകത്ത് വെള്ളം വരണം. പല ചെടികൾ വരുമ്പോൾ ഓരോന്നിൻ്റെ ഇല ഓരോ മാതിരിയാണ്, ഓരോ പൂക്കൾ ഓരോ മാതിരിയാണ്, ഓരോ പക്ഷികൾ ഓരോ മാതിരി. എല്ലാവരും ഒരുപോലെ ആയിരുന്നെങ്കിൽ, ഒറ്റ ടൈപ്പ് കാർ ഇറക്കണ പോലെ മനുഷ്യന്മാരെ ഇറക്കിയിരുന്നെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങിയാൽ ഒരു സുഖം ഉണ്ടാവില്ല കാണാൻ. അങ്ങനെ എല്ലാ മനുഷ്യരും ഒരുപോലെ, പിന്നെ എന്ത് സൗന്ദര്യമാണ്? അതുകൊണ്ട് ആ വ്യത്യസ്തതകളാണ്, ആ വൈരുദ്ധ്യങ്ങളാണ്, ആ വ്യത്യാസപ്പെട്ട രീതികളാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ആ വ്യത്യാസപ്പെട്ട രീതികളനുസരിച്ച് പല തരത്തിലും ജീവിക്കുന്നു. പക്ഷേ നമ്മളെല്ലാം ഒന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ധീരോദാത്തമായ പ്രക്ഷോഭ സമരങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അങ്ങനെ ഇന്ത്യയായി തീർന്നതിന് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട്. എല്ലാവരും ഒന്നും ഇന്ത്യക്കാരൊന്നും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തർധാര എന്ന് പറയുന്നത്. സമസ്ത ലോകവും സുഖകരമായിരിക്കട്ടെ, ജീവജാലങ്ങൾക്കുൾപ്പെടെ സമസ്ത ലോകവും ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ. സുഖിനോ ഭവന്തു. അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. അന്യനെന്നും സ്വജനമെന്നും മനുഷ്യരെ വേർതിരിക്കുന്നവൻ അല്പനാണ്, എല്ലാവരും ഒരുപോലെയാണെന്ന് കരുതുന്നവനാണ് ഉത്തമൻ. അതൊക്കെയാണ് ഭാരതീയ സംസ്കൃതി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. ഒരു ദൈവം, ആ ദൈവം സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു. ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നത് കൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ് തൈത്തരീയ ഉപനിഷത്ത് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു അതിട്ട് എന്താ വ്യത്യാസമുള്ളൂ? മുസ്ലിങ്ങൾ ആമീൻ എന്ന് പറയും, ക്രിസ്ത്യാനികൾ ആമേൻ എന്ന് പറയും, ഹിന്ദുക്കൾ ഓം എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ. അൽഹംദുലില്ലാ, മറ്റൊരു ഹല്ലേലൂയ. ഒന്ന് ഹീബ്രു ഭാഷയാണ്, ഒന്ന് അറബി ഭാഷയാണ്. ചില വേദഗ്രന്ഥങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ടാവും, ചിലത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടാവും, ചിലത് വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ബേസിക്കലി അതിൻ്റെ അന്തർധാര, ഒരു ദൈവികമായ അന്തർധാര, ഒരു നൂലിഴ കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. ഏകം സത്ത് വിപ്ര ബഹുദാ വദന്തി. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഹൈന്ദവ സഹോദരന്മാർക്ക് ഒരുപാട് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്. അനന്ത പത്മനാഭൻ തിരുവനന്തപുരത്ത് കിടക്കുന്ന ശയനത്തിൻ്റെ രൂപത്തിലാണ്. ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുന്ന രൂപത്തിലാണ്. കൽക്കത്തയിലെ കാളി ക്ഷേത്രത്തിൽ ദുർഗാദേവി നാക്ക് നീട്ടി പുറത്തേക്ക് തീ വമിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ തലയോട്ടികൾ മാലയായി കഴുത്തിൽ ചാർത്തി വളരെ ഘോരമായ ഒരു ലുക്കോട് കൂടിയാണ് അവിടെ ദുർഗാദേവി നിൽക്കുന്നത്. ഓരോ സ്ഥലത്തും അങ്ങനെയാണ്, ഓരോ മാതിരിയാണ്. വിഷ്ണു, ശിവൻ, ബ്രഹ്മ, പല ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഏകയേവ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് വേദങ്ങൾ പറയുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന്. രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഒന്ന് മാത്രമേ എന്നുള്ളൂ തന്നെയാണ് ഈ വേദഗ്രന്ഥങ്ങളും പറയുന്നത്. പിന്നെ ആ ദൈവത്തിന് പല ഭാവവാഹാദികളെയും പൂജിക്കാനുള്ള അവസരം
ഹൈന്ദവ സഹോദരന്മാർക്കുണ്ട്. കാരണം അവരുടെ മതം തന്നെ ഒരു ബഹുസ്വര മതമാണ്. വിശ്വാസം ഇല്ലാത്തവർക്കും ഹിന്ദുവായിട്ട് നിൽക്കാം, ആരെ പൂജിക്കുന്നവനും ഹിന്ദുവായിട്ട് നിൽക്കാം, ഏത് ആരാധന അനുഷ്ഠിക്കുന്നവനും ഹിന്ദുവായിട്ട് നിൽക്കാം, ഒരു ക്ഷേത്രത്തിലും പോകാത്തവനും ഹിന്ദുവായിട്ട് നിൽക്കാം, നോ പ്രോബ്ലം. ആ ബഹുസ്വരത ആ മതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്തിന് പോലെ അവരുടെ മതം തന്നെ ഒരു ബഹുസ്വര മതമാണ്. അപ്പോൾ അത് എല്ലാം ഏകമല്ലാത്തത് കൊണ്ടല്ല, ഏവ, പക്ഷേ അതിൻ്റെ വ്യത്യാസപ്പെട്ട ഭാവങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു യാത്രികനായിരുന്നു, ഇപ്പോൾ ഞാനൊരു പ്രഭാഷകനാണ്. ഞാൻ മടങ്ങി വീട്ടിൽ ചെന്ന ഭാര്യയ്ക്ക് ഭർത്താവാണ്, മക്കൾക്ക് വാപ്പയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ. അതേമാതിരി എൻ്റെ വ്യത്യാസപ്പെട്ട ഭാവവാഹാദികൾ. ഞാൻ വീട്ടിൽ പോയി എങ്ങനെ മൈക്ക് വെച്ചിട്ടാണോ നിൽക്കുക? അപ്പോൾ ഈ മൈക്കിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്നെ ബഹുമാനിക്കുന്നത് എൻ്റെ പ്രഭാഷണം കൊണ്ടാണ്. എൻ്റെ ഭാര്യ ബഹുമാനിക്കുന്നത് ഞാൻ വലിയ പ്രാസംഗികനായതുകൊണ്ടല്ല, അവരുടെ ഭർത്താവായതുകൊണ്ടാണ്. എൻ്റെ മക്കൾ ബഹുമാനിക്കുന്നതും ഞാൻ പ്രസംഗിച്ചത് കൊണ്ടോ വക്കീലായതുകൊണ്ടോ ഒന്നുമല്ല, അവരുടെ അച്ഛനായതുകൊണ്ടാണ്. പക്ഷേ എല്ലാം ഞാൻ തന്നെയാണ്, ഏവ, ഞാൻ മാത്രമാണ്. ആ ഞാനാണ് എല്ലാ ഭാവങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ പ്രത്യക്ഷപ്പെടുന്ന ഞാൻ എന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഹൈന്ദവർക്ക് ദൈവം ഒന്നാണ്, പക്ഷേ അവർ വ്യത്യാസപ്പെട്ട രീതിയിലുള്ള പൂജാ വിധികളും വിഗ്രഹങ്ങളും മൂർത്തികളുമാണ് അവരനുസരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നല്ല എന്നല്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നാണ് ബൈബിൾ പറഞ്ഞത്. അത് കടുപ്പിച്ച് പറഞ്ഞതാണ്, അസർട്ട് ചെയ്ത് പറഞ്ഞതാണ്. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. അള്ളാഹു 100 സമാവാത്തി വല്ല അറിവ്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു എന്ന് ഖുർആനിൽ 24-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം. അപ്പോൾ അത് വെളിച്ചമാണ് ദൈവം എന്ന് പറയുന്നത്. അവിടെ ദൈവം വെളിച്ചമാകുന്നു, ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഡിഫറൻസ്? ഹൈന്ദവ സഹോദരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥം, ആദ്യമായി ലോകത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് കരുതപ്പെടുന്ന ഋഗ്വേദമാണ്. ആ ഋഗ്വേദത്തിൻ്റെ ആദ്യ വരി ഇതാണ്, വെളിച്ചമാണ്. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം എന്നാണ് ഋഗ്വേദത്തിൻ്റെ ആരംഭത്തിലുള്ള ഫസ്റ്റ് ലൈൻ. അതാണ്. 4000 കൊല്ലം ഋഗ്വേദം മാനത്ത് മാത്രം ഇങ്ങനെ മന്ത്രങ്ങളായിട്ട് നടന്നതാണ്. ആളുകൾ ഇങ്ങനെ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കലില്ലാണ്ട് എഴുതപ്പെട്ടില്ല. 5000 കൊല്ലം മുമ്പാണ് എഴുതപ്പെട്ടത്. ആ ഋഗ്വേദമാണ് ഒന്നാമത്തെ വേദം. ആ വേദത്തിൻ്റെ ആദ്യ വരി അതാണ്, അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം. അഗ്നി എന്ന് പറഞ്ഞാൽ, വെളിച്ചം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് കരിക്കട്ടയെ പോലും പ്രകാശിപ്പിക്കുന്നതാണ് എന്ന മട്ടിലാണ് പറഞ്ഞു. പിന്നെ നമ്മുടെ കൾച്ചറനുസരിച്ച് നമ്മളെ എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാം ഒന്നാണ്. നല്ല ദൈവീകമായിട്ടുള്ള പല ഗുണങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഒരു ആത്മീയതയുടെ ഒരു ലോകത്തിൽ തന്നെ ആത്മീയതയും സമാധാനവും അന്വേഷിച്ച് വരുന്ന മനുഷ്യർ വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഞാൻ പറയുന്ന അങ്ങനെയുള്ള ഒരു നന്മ നിറഞ്ഞ, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന, എല്ലാ മക്കളും ഒരുപോലെയാണ്, എല്ലാ കുട്ടികളും, എല്ലാ മനുഷ്യരും, എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കഴിയുന്ന. ഞങ്ങൾ സാധാരണഗതിയിൽ എക്സ്കർഷനും സ്റ്റഡി ടൂറൊക്കെ പോകുമ്പോൾ യു ഗോ ടു RCC. നിങ്ങൾ RCCയിൽ പോകണം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം, വീഗാലാൻഡിലും വണ്ടർലായിലും ഒന്നല്ല പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് RCCയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രോഗിക്ക് മതമുണ്ടോ, ക്യാൻസറിന് മതമുണ്ടോ, മരുന്നിന് മതമുണ്ടോ, ബൈസ്റ്റാൻഡർക്ക് മതമുണ്ടോ, നേഴ്സിന് മതമുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഒട്ടും താമസമില്ലാതെ ഓരോരുത്തരും അലിഞ്ഞു പോകും. വർഗീയവാദികളുടെ ഗ്യാസ് പോണൊരു സ്ഥലമാണ് RCC എന്ന് പറഞ്ഞത്. അവിടെ പോയാൽ ഇതിൻ്റെ ഫ്യൂസ് വരാൻ ഈ ക്യാൻസറിന് കഴിയും. മനുഷ്യൻ്റെ വർഗീയ ചിന്താഗതിയുടെ ഫ്യൂസ് വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ മനുഷ്യൻ എന്താണ്, അവൻ്റെ പ്രയാസം എന്താണ് എന്ന് മനസ്സിലാവും. അവരോട് കരുണ ചെയ്യലാണ്. എത്രയോ സമ്പത്തുള്ളവരാണ് ഈ മലപ്പുറം ജില്ലയിലും കേരളത്തിലും ഒക്കെ ഉള്ള ജനങ്ങൾ. ഉത്തരേന്ത്യയിൽ മഹാ കഷ്ടപ്പാടാണ്. പക്ഷേ ഇവിടെ ഈ സമ്പത്തുള്ള ആളുകൾ ആയിരക്കണക്കിന് സാരി അവനവൻ്റെ അലമാരികളിൽ അട്ടിവെച്ച്, ചുരിദാർ അട്ടിവെച്ച്, എല്ലാ ആഭരണ കടകളിലും തിരക്കി, എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും തിരക്കി, ബിരിയാണിയും അതുപോലെ കോഴി ബിരിയാണിയും മട്ടൺ മന്തിയും കുട്ടൻ മന്തിയും അതും ഇതും ചിക്കൻ ഷ്വാനും വെൽക്കം ഡ്രിങ്ക്സൊക്കെ അടിച്ച് അർമാദിച്ച് ആർത്തലച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. സോ ബ്ലൈൻഡ്. ദൈവവിശ്വാസമൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയി, അള്ളാഹുവിനൊക്കെ എന്നോ മറന്നുപോയി. അതുകൊണ്ട് ഒരു ശിക്ഷയായി വന്ന ആളാണ് നമ്മുടെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ കരുതാം. അദ്ദേഹം അതറിഞ്ഞു കാണില്ല. ദൈവം അങ്ങനെ ദൈവത്തിനെ വിസ്മരിച്ച് ആർമാദിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം വന്നിട്ടുണ്ടാവും. നമ്മളെ ഇടയിൽ കലഹമുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ കലഹമുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ കലഹമുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലും കലഹമുണ്ട്. തമ്മിൽ കലഹമില്ല. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കലഹമില്ല. മുസ്ലിങ്ങളും പല ഗ്രൂപ്പുകളാണ്. ചിലരുടെ ഇമാമായിട്ട് നിന്ന് ബാക്കിയുള്ളവർ പിന്തുടർന്ന് നിസ്കരിക്കില്ല. ചില പള്ളിയിൽ കയറി മൂത്രമൊഴിച്ചിട്ട് അടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കും. മൂത്രത്തിന് മറ്റുള്ള പിന്തുടരുക,
ഇവിടെ നിസ്കരിക്കാൻ മറ്റുള്ള പിന്തുടർന്നുകൂടാണ്. അങ്ങനെ ഒരു പരസ്പരം കലഹിക്കുന്ന ധാരാളം മുസ്ലിം സംഘടനകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ദൈവത്തിൽ നിന്ന്. കാരണം നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു നല്ല മധ്യസ്ഥൻ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലാക്കും. അതുകൊണ്ട് എല്ലാം ഒരേ തടവറകളിൽ ഒരുമിച്ച് കഴിയുമ്പോൾ ഒക്കെ സലാം ചെല്ലും, പിന്തുടരും, ഒരുമിച്ച് മൂത്രയ്ക്കും, ഒരുമിച്ച് മലമൂത്ര വിസർജനം ചെയ്യും, ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് മരിക്കും. അതുവരെ അതിനെല്ലാം പാഠം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. കുറച്ചു കാലം കൂടി കഴിയുന്നത്ര ഭിന്നതകൾ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് തലയിട്ട് ജീവിക്കും. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. മനുഷ്യൻ അതിൽ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അത് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ഒരുപോലെയാണ്. അപ്പോൾ ഇത്രയും മികച്ച സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരെ കൂടുതൽ മികച്ചതാക്കുക, മനുഷ്യൻ എന്നുള്ളതൊരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റി ഹാസ് ടു ബി എക്സ്പ്ലോർഡ്. ദ എഡ്യൂക്കേഷൻ ഈസ് ഫോർ ദാറ്റ് പർപ്പസ്. അതിനു വേണ്ടിയുള്ളതാണ്. മനുഷ്യനായി ഉയർന്നു വരാനുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എഡ്യൂക്കേഷൻ. അല്ലാണ്ട് ജോലി കിട്ടാനല്ല, ഡിഗ്രി സമ്പാദിക്കാനല്ല. അവിടെ നിങ്ങളെല്ലാം നല്ല കുട്ടികളായി, നല്ല മികച്ച പൗരന്മാരായി, സ്നേഹമുള്ളവരായി, ജാതിമത ചിന്തകൾക്കും രാഷ്ട്രീയ ചിന്താഗതികൾക്കും അതീതമായി ഒരുമിച്ച് നിന്ന് നല്ല പൗരന്മാരായി വളരട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. താങ്ക് യു ഓൾ. വളരെ പ്രൗഢമായ, അതിലേറെ ചിന്തോദ്ദീപകമായ ഒരു പ്രഭാഷണം നിർവഹിച്ചതിന് നമ്മുടെ ആദരണീയന വിശിഷ്ടാതിഥിക്ക് ഈ ക്യാമ്പസിൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഈ വേദി സാക്ഷിയാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ജൂബിലിയുടെ പ്രധാന ഒരു ഇനമായ ഫസ്വരി എക്സലൻസ് അവാർഡ് വിതരണമാണ്. നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് സംഘടിപ്പിക്കാറുള്ള വിവരം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്ത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് നാം ഈ അവാർഡ് നൽകാറുള്ളത്. ഈ വർഷത്തെ അവാർഡ് നൽകുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഓർഫനേജുകളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരേ സ്ഥാപനത്തിൽ സേവനം അനുഷ്ഠിച്ച കെയർ ടേക്കർമാർക്ക് ആണ്. ഇങ്ങനെ ഒരു അവാർഡ് തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കറിയാം, കേരളത്തിൽ ഓർഫനേജുകൾ വഹിച്ച വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങളിലൊക്കെ ഓർഫനേജ് വഹിച്ച നേതൃപരമായ പങ്ക്, വളരെ വലിയൊരു പങ്കാണ് ഓർഫനേജുകൾ വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ കേരള മോഡൽ എന്നൊക്കെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ ഓർഫനേജുകൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഓർഫനേജുകൾ നമുക്കറിയാം ജീവകാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു മുഖമാണ്. ആ ഓർഫനേജുകളിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും നിശബ്ദമായി അല്ലെങ്കിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സേവന മേഖലയിലാണ് അവിടുത്തെ കെയർ ടേക്കർമാർ അല്ലെങ്കിൽ വാർഡൻ എന്ന് പറയുന്ന അവിടുത്തെ കെയർ ടേക്കർ അല്ലെങ്കിൽ കെയർ ഗിവർമാർ അവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. എന്നും പഴി കേൾക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട അല്ലെങ്കിൽ എന്നും കുറ്റപ്പെടുത്തുകൾ മാത്രം കേൾക്കുന്ന, ഒരിക്കൽ പോലും സമൂഹത്തിൽ നിന്ന് ആദരവോ അംഗീകാരമോ ലഭിക്കാത്ത ഒരു വിഭാഗമാണ് ഓർഫനേജുകളിലെ കെയർ ടേക്കർമാർ. അതുകൊണ്ടാണ് അവർക്ക് അർഹിക്കുന്ന ഒരു ആദരവ് നൽകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമുള്ള ഓർഫനേജുകളാണ്. അതിൽ തന്നെ ഒരേ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ വർഷം സേവനം അനുഷ്ഠിച്ച 2 പേരെയാണ് ഈ വർഷം ഫസ്വരി എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഒന്ന് ആദരണീയനായ PM അബൂബക്കർ സാഹിബ് അവർകളാണ്. കൊണ്ടോട്ടിക്കടുത്തുള്ള ഒളവട്ടൂർ ഓർഫനേജിൽ 50 വർഷം ഒരേ സ്ഥാപനത്തിൽ കെയർ ടേക്കറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ സേവനത്തിന് മുമ്പിൽ ഈ ക്യാമ്പസിൻ്റെ എല്ലാവിധ സ്നേഹ ആദരങ്ങളും അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു അവാർഡിന് അർഹനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട P അബ്ദുൽ മജീദ് ബാക്കവി അവർകളാണ്. വള്ളുവമ്പ്രം അത്താണിക്കൽ MIC ഓർഫനേജിൽ 25 വർഷം അതേ സ്ഥാപനത്തിൽ കെയർ ടേക്കറായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തികളാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യ വ്യക്തികളെയും ഇത് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ഖാദർ സാഹിബിനെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. മർഹൂം MK മുഹമ്മദ് സാലിം മൗലവി ഒരു സമുദായ സേവകന്റെ മുഖം നിരവധി ഭാവങ്ങൾ കൊണ്ട് സമ്പന്നമാവുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
പണ്ഡിത ശ്രേഷ്ഠൻ, അധ്യാപകൻ, അനാഥ സംരക്ഷകൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, വാഗ്മി, വിദ്യാഭ്യാസ തൽപരൻ, രാഷ്ട്രീയക്കാരൻ, എല്ലാത്തിലുമുപരി ഒരു ഉത്തമ സഹൃദയൻ. 63 വർഷം കൊണ്ട് മൗലവി നടന്ന ദൂരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വഴിക്കലുകളാണ് ഫസ്റ്റ് വരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്രയും. അടുത്തതായി അത്താണിക്കൽ MIC എത്തിങ്ങാനയിൽ 25 വർഷത്തോളമായി സേവനമനുഷ്ഠിച്ചു വരുന്ന പി അബ്ദുൽ മജീദ് പാഖവി അവർകളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നെക്സ്റ്റ് ഗുരുവന്ദനം. ശ്രീമതി PP സുഹ്റാബി, പ്രസിഡന്റ്, കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത്. FUHSലെ മുഴുവൻ അധ്യാപകരെയും സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കുന്നു. ഗുരുവന്ദനത്തിനു വേണ്ടി PP സുഹ്റാബിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ മാനേജർ ശ്രീ അബ്ദുറഹ്മാൻ മുബാറക്ക്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് KNA ഖാദർ അവർകൾ, സ്വാഗതം പറഞ്ഞ HM, വേദിയിലിരിക്കുന്ന കൂട്ടിലങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ CH സലീം, മങ്കട ബ്ലോക്ക് മെമ്പർ ശ്രീ അസ്കർ അലി, PTA കമ്മിറ്റി പ്രസിഡന്റ് K മൊയ്തീൻ കുട്ടി, കൺവീനർ മുസമ്മിൽ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നല്ലൊരു പ്രഭാഷണം കേട്ട നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇന്ന് ഏതൊരു വേദിയിലും പോയാൽ എല്ലാവരും എന്ത് പരിപാടിക്കും ഇന്ന് കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് ഇവിടെ കേട്ടത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നിൽ അർപ്പിതമായ കടമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇന്ന് ഗുരു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഴയ നമ്മൾ സ്കൂളിൽ എത്തിച്ചേരുന്ന കാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തും. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉന്നതിയിലായാലും നമ്മൾ മറക്കാത്ത ഒരാളുകൾ ഉണ്ടെങ്കിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, നല്ലവനായാലും ചീത്തയായാലും എല്ലാവരും ഓർക്കുന്ന ഒരാളും നമ്മളെ ഗുരുക്കന്മാരാണ്. ഈ ഗുരുക്കന്മാരല്ലാതെ മറ്റ് നമ്മൾ ഏതൊരു മേഖല എടുത്താലും അവർക്കൊന്നും ശരിക്കും നമ്മളെ ജീവിതത്തിലൊരു സ്ഥാനമല്ല. അവർക്കൊക്കെ സാഹചര്യങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന സ്ഥാനമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവർക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരെ ആദരിക്കാൻ ഈ ഒരു അവസരം ഒരു തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് നമ്മളെവിടെ പോയാലും നമ്മൾ ആരായാലും നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കാതെ പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇന്നത്തെ നമുക്കറിയാം, ക്യാമ്പസിൽ ഈ ഒരു നല്ല സമൂഹത്തെ വളർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാർ ചെയ്യുന്ന അതൊരു പ്രതിഫലത്തിൻ്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. നല്ല രീതിയിൽ പോണ ആളുകൾക്ക് അപ്പുറം ഒരു കുട്ടി നല്ലതിലല്ല പോണെന്നുണ്ടെങ്കിൽ അവനെ തിരുത്താനുള്ളൊരു കഴിവ് വരെ ഉള്ളവരാണ് നമ്മളെ ഗുരുക്കന്മാർ. അപ്പം നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഇവരെ ആദരിക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ അവരോടുള്ള കടപ്പാടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ കർമ്മ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുരുവന്ദനം ഉപഹാരം നൽകുന്നു. KV അബ്ദുൽ കരീം മാസ്റ്റർ. 6 പതിറ്റാണ്ടിൻ്റെ അധ്യാപക ജീവിതം. സർവീസിൽ നിന്ന് വിരമിച്ച് 25 വർഷമായി നമ്മുടെ സ്കൂളിൽ സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കരീം മാസ്റ്ററെ ആദരിക്കുന്നു.
4 പതിറ്റാണ്ട് കാലത്തെ അധ്യാപക ജീവിതം, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ബഷീറുദ്ദീൻ മാസ്റ്റർ നേട്ടത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. സ്നേഹപൂർവ്വം ബഷീറുദ്ദീൻ മാസ്റ്ററെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമ്മുടെ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ എല്ലാ അധ്യാപകർക്കും ഈ സ്നേഹാദരമുണ്ട്.